നമസ്കാരം. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിലെ വെടിനിർത്തലുണ്ടായതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ചർച്ചയാകുന്ന ഒരു വാചകമുണ്ട്. ബിബിയെ വിളിക്കൂ, നമ്മൾ സമാധാനം സ്ഥാപിക്കാൻ പോവുകയാണ് എന്ന്. ഇത് പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഏറെ ശ്രദ്ധേയമായി മാറുന്നത്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം മുറുകി വരുന്ന സമയത്ത് ആദ്യം ട്രംപ് വെളിപ്പെടുത്തിയത് 2 ആഴ്ച സമയം ഇറാന് നൽകിയിട്ടുണ്ട്, അതിനുശേഷമായിരിക്കും സൈനിക നടപടി ഉണ്ടാവുക എന്നാണ്. എന്നാൽ ഇക്കാര്യത്തിൽ കഴിഞ്ഞ ബുധനാഴ്ച തന്നെ തീരുമാനമെടുത്തിരുന്നു എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. വളരെ പെട്ടെന്ന് ഇറാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇറാൻ്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചത്. ഇതിന് പിന്നാലെ ഇറാൻ ഖത്തറിലെ അമേരിക്കൻ താവളം ആക്രമിക്കുന്നു. അതുപോലെ ഇസ്രായേലും ഇറാനും തമ്മിൽ വീണ്ടും യുദ്ധം മുറുകുന്നു. ഈ ഒരു സന്ദർഭത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളോട് പറഞ്ഞത്, ബിബിയെ വിളിക്കൂ, നമുക്ക് സമാധാനം സ്ഥാപിക്കണമെന്ന്. ബിബി എന്ന് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ എപ്പോഴും ട്രംപ് വിളിക്കാറുള്ളത് ബിബി എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഇറാൻ നേതാക്കളുമായും ഫോണിൽ സംസാരിക്കുന്നുണ്ട്, ബിബിയോട് ഞാൻ സംസാരിക്കാം. അങ്ങനെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനെയാണ് ഇറാൻ നേതാക്കളുമായി സംസാരിക്കുന്നതിനും, അങ്ങനെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനെയാണ് ട്രംപ് ഇറാൻ നേതാക്കന്മാരുമായി ഫോണിൽ സംസാരിക്കാൻ ചുമതലപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ ടീം, വിറ്റ്കോഫ് ഉൾപ്പെടെയുള്ള ടീമൊക്കെ തന്നെ ഇറാൻ നേതാക്കളുമായി സംസാരിക്കുന്നു. അതേസമയം തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവുമായി ട്രംപ് ചർച്ച നടത്തുന്നു. ഇതേ തുടർന്നാണ് യുദ്ധത്തിന് ഒരു അവസാനം കുറിക്കാൻ ഇരു കൂട്ടരും ധാരണയാവുന്നത്. അങ്ങനെ ഡൊണാൾഡ് ട്രംപ് തന്നെ പ്രഖ്യാപിക്കുന്നു, അമേരിക്ക മുൻകൈയെടുത്ത് ഇതാ വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നു എന്ന്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ ഇക്കാര്യം സമ്മതിച്ചിരുന്നു എങ്കിലും ഇറാൻ കൃത്യമായ മറുപടി നൽകിയിരുന്നില്ല. ഇന്ന് ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് ഈ രണ്ട് കൂട്ടരും ഇപ്പോൾ വെടിനിർത്തലിന് സമ്മതിച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വാങ്ങുന്നതിന് വേണ്ടി പലയിടത്തും പോയി സമാധാന ദൂതനാകുന്നു എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്നൊരു ആരോപണം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ഏറ്റുമുട്ടലിൻ്റെ ഘട്ടത്തിലും ഇത് സംഭവിച്ചിരുന്നു. രണ്ട് രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തലിന് തീരുമാനമായി. അത് ശരിക്കും പാകിസ്ഥാൻ പല അറബ് രാജ്യങ്ങളുടെയും കാലിൽ വീണ് ഇന്ത്യയോട് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ കൂടി ഫലമായിട്ടാണ് യുദ്ധം അവസാനിച്ചത്. പക്ഷേ ട്രംപ് പറഞ്ഞത് ഞാൻ ഇടപെട്ടിട്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിച്ചത് എന്നാണ്. എന്നാൽ ഇന്ത്യ ഗവൺമെൻറ് ആകട്ടെ ഇക്കാര്യം പരസ്യമായി തന്നെ നിഷേധിക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ ഒരു മധ്യസ്ഥന്മാരും ഇല്ലായിരുന്നു എന്നും തങ്ങൾ നേരിട്ടാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയെന്നും ഇന്ത്യ പറഞ്ഞു. അതുപോലെ പാകിസ്ഥാനിലെ ഉപപ്രധാനമന്ത്രി പിന്നീട് പറഞ്ഞത്, ഞങ്ങൾക്ക് നിൽക്കക്കളിയില്ലാതെ വന്നപ്പോൾ ഞങ്ങൾ ചില അറബ് രാജ്യങ്ങളിലെ ഭരണാധികാരികളെ ബന്ധപ്പെട്ട് അവർ ഇന്ത്യയുമായി ചർച്ച നടത്തി, അങ്ങനെയാണ് യുദ്ധം ഒത്തുതീർന്നത് എന്നാണ്. മാത്രമല്ല പാകിസ്ഥാനാകട്ടെ ട്രംപിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകണമെന്ന് ശുപാർശ ചെയ്യുകയും കൂടി ചെയ്തു. ഏതായാലും ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ അറിയാതെയെങ്കിലും അമേരിക്ക പങ്കാളിയായി പോയി എന്നുള്ള പ്രശ്നം അവിടെ അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ട്രംപിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഈ വിഷയത്തിൽ കിട്ടുമോ എന്ന് സംശയമാണ്. എങ്കിലും ട്രംപ് മുൻകൈ എടുത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ തന്നെയാണ് പെട്ടെന്നൊരു വെടിനിർത്തലിലേക്ക് എത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല.